യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. യേശുവിൻ്റെ തിരുസന്നിധിയിൽ ദൂരദേശത്ത് നിന്ന് വന്ന 3 ജ്ഞാനികളെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം. അവിടെ ജ്ഞാനികൾക്ക് വഴികാട്ടിയായി എത്തിയത് ചെറിയൊരു നക്ഷത്രമാണ്. എന്നാൽ അവർ എത്തിച്ചേരുന്നതോ നീതിസൂര്യനായ ലോകത്തിൻ്റെ പ്രകാശമായ വലിയ നക്ഷത്രമായ ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ്. ഭൂമിയിലെ ഓരോ നക്ഷത്രവും എത്തിക്കേണ്ടത് ക്രിസ്തുവിലേക്കാണെന്ന് പഠിപ്പിച്ച മനോഹരമായ പാഠമായിരുന്നു അത്. ഇന്നത്തെ ആദ്യ വായനയിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ജെറൂസലേമേ ഉണർന്ന് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കപ്പെട്ടിരിക്കുന്നു. അതെ, അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനതകൾക്ക് വലിയൊരു പ്രകാശമായി ക്രിസ്തുവിൻ്റെ ജനനം രൂപാന്തരപ്പെട്ടതിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളമാണത്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമാകട്ടെ ഏറ്റവും ആഴമായ ഹൃദ്യമായ ഒരു ദൈവാരാധനയാണ്. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ, എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. അതെ, സകല ജനങ്ങളുടെയും രക്ഷകനായി രാജാവായി ക്രിസ്തു ദാവീദിൻ്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചു. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ അപ്പോസ്തലനായ പൗലോസ് നാം സ്വീകരിക്കേണ്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപയെക്കുറിച്ച്, വെളിപാടിനെക്കുറിച്ച് പറയുന്നു. ദൈവം രക്ഷയുടെ വെളിപ്പെടുത്തലുകൾ ലോകത്തിന് നൽകി എല്ലാ ജനതകളെയും പ്രകാശിപ്പിച്ചു. സകല ജനതകളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്രിസ്തു ഭൂമിയിൽ ആഗതനായി. അതേ പ്രിയ ദൈവമക്കളെ, ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു ജനതയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയല്ല, നാനാജാതി മതസ്ഥരായ എല്ലാ മനുഷ്യരെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എവിടെയാണ് യഹൂദരുടെ രാജാവ്? ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. അതായത് വിദൂര ദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാർ യേശുവാകുന്ന നിത്യമായ രാജാവിനെ, സത്യമായ രാജാവിനെ, ലോകരക്ഷകനായ ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. എല്ലാ വിജാതീയ ദേശങ്ങളും ക്രിസ്തുവിൻ്റെ അരികിലേക്ക് തിരികെ നടക്കുന്ന അനുഭവമാണത്. വളരെ ത്യാഗത്തോടു കൂടിയാണ് ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ചത്. ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ ദുരനുഭവങ്ങൾക്കൊടുവിൽ നാം ദൈവാന്വേഷികളാണല്ലോ. നാം ദൈവത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ആനന്ദം പൂർണ്ണമാവുക. ഞാൻ അങ്ങിൽ വിലയും പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് നിലവിളിക്കുന്നുണ്ട്. അതെ, നാം എത്തിച്ചേരേണ്ട ഇടം ക്രിസ്തുവാണ്. എപ്പോഴാണോ നാം ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി കണ്ടെത്തുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സഫലമാവുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിൽ ജ്ഞാനികൾ സമർപ്പിക്കുന്നതോ സ്വർണ്ണവും കുന്തിരിക്കവും മീറയുമാണ്. അതെ, ഭൂമിയിൽ രാജാക്കന്മാർക്ക് നൽകുന്ന കാഴ്ചദ്രവ്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. യേശു രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് സ്വർണം സമർപ്പിച്ചുകൊണ്ട് പറയുക. കുന്തിരിക്കം സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കുന്നു. മീറ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും പ്രകീർത്തിക്കുന്നു. ക്രിസ്തു ഒരേ സമയം ദൈവവും മനുഷ്യനും രാജാവുമാണെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ നടത്തപ്പെട്ടത്. അതേ പ്രിയരെ, നമ്മൾ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എല്ലാം ആകണം എന്ന ഓർപ്പെടുത്തലും ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് ഈ ജ്ഞാനികൾ വന്നത് എന്ന് പറയപ്പെടുന്നു: ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്. ഇതിൻ്റെ അർത്ഥം എന്തെന്നോ, എല്ലാ ദേശവും എല്ലാ ഭൂഖണ്ഡങ്ങളും ക്രിസ്തുവിൻ്റെ അധീനതയിലാണ്. സകലരും ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ വരപ്പെടേണ്ടവരുമാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ്. ആകയാൽ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു വഴിയെ പോയതായി സുവിശേഷത്തിൽ നാം ഇന്ന് വായിക്കുന്നു. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി മാറി നടക്കുവാനുള്ള പ്രചോദനമാണ് ജ്ഞാനികളുടെ ജീവിതം നമുക്ക് നൽകുക. ഈ ജ്ഞാനികളുടെ പേരുകൾ പറയുന്നുണ്ട്: മെൽക്കിയോൺ, ബൽസാസർ, ഗാസ്പർ എന്നിവയായിരുന്നു അവരുടെ പേരുകൾ. ഈ മെൽക്കിയോർ വൃദ്ധനായിരുന്നുവെന്നും ബൽഷാസർ മധ്യവയസ്കനായിരുന്നുവെന്നും
ഗാസ്പർ യുവാവായിരുന്നു എന്നും ചരിത്രം പറയുന്നു. ഓർക്കുക, എല്ലാ കാലഘട്ടത്തിലും ദൈവത്തെ നമുക്ക് ആവശ്യമുണ്ടെന്ന ഓർപ്പെടുത്തൽ കൂടിയാണ് ഈ ജ്ഞാനികളുടെ ക്രിസ്തു സന്ദർശനം. ഏത് പ്രായത്തിലും ഏത് കാലഘട്ടത്തിലും ഏത് ഭൂഖണ്ഡത്തിലും ആയിരിക്കുന്നവർക്ക് ക്രിസ്തുവിനെ ആവശ്യമുണ്ട്. ആ ക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ച് നമ്മൾ വ്യത്യസ്തരായി മാറി നടക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവസ്നേഹത്താൽ പ്രേരിതവും സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്ന കൃപയുടെ അനുഭവമായി മാറും. ഇന്ന് എപ്പിഫനിയാണ്, അഥവാ പ്രത്യക്ഷീകരണമാണ്. ക്രിസ്തു സകല ജാതി മതസ്ഥരുടെയും രക്ഷകനും നാഥനും ദൈവവുമാണെന്ന് ഏറ്റുപറയുന്ന ദിനം. എല്ലാ മനുഷ്യരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ക്രിസ്തു ഈ ലോകത്ത് അവതരിച്ചുവെങ്കിൽ നമുക്ക് സകല മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. ക്രിസ്തു ലോകത്തിൽ തന്നെ വെളിപ്പെടുത്തിയതുപോലെ നമുക്കും അനുദിനം ക്രിസ്തുവിനെ ലോകത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്താൻ പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.